എന്റെ കൂട്ടുകാരികളൊക്കെ അവരുടെ അനുജന്മാരോടും അനുജത്തികളോടും കളിക്കൂ അച്ഛാ. എനിക്കും അതുപോലെ തന്നെ കളിക്കണം അച്ഛാ. എനിക്ക് എത്രയും പെട്ടെന്ന് അനിയനോ അനിയത്തിയോ വേണം. മോളി എന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കും. അമ്മേ, ഞാൻ റെഡിയാ. ഹേയ്, കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ? We should understand their situation. Yes, we all educated people. You should understand our situation. അദ്ദേഹം സന്തോഷമായിരുന്നാലല്ലേ നമ്മളെ സഹായിക്കൂ. അതല്ലേ സന്തോഷമാണെന്ന് ആദ്യം ഇദ്ദേഹത്തെ നോക്കൂ, എത്രമാത്രം സന്തോഷവാനാണെന്ന്. എന്തെന്നാൽ മാസാറിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഹാപ്പിയാ. എന്താണ് പ്രശ്നം? പിന്നെ അല്ല ബോസ്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഞാൻ ഇവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒന്നും മിണ്ടാതിരിക്കെ, വെറുതെ ഓവർ ആക്ടിങ് ചെയ്ത്. മാസേ, പ്രശ്നം എന്താന്ന് വെച്ചാ ഇവരിനി ഒരു വീട്ടിലും പോയി ആരും പീഡിപ്പിക്കില്ലെന്ന് എല്ലാരും ചേർന്ന് സമരമാ. അതെന്തിനാ? യെസ്, സ്ട്രൈക്ക്, ദേഷ്യത്തോടുള്ള പോരാട്ടം. ഇനി നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും ചെയ്യില്ല. ചെയ്യണ്ട. ഒന്ന് വിട്ടുപിടിച്ചാ നീ എല്ലാം കൂടി ആത്മാക്കളുടെ യൂണിയൻ ഉണ്ടാക്കുമല്ലോ. ഞാനാണ് നിങ്ങളെ തേടി വന്നേ, നീയൊക്കെ അല്ലേ എന്നെ തേടി വന്നേ. എടാ ചേട്ടേ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആദ്യം ഇവനെ കടിച്ച് ദൂരെ കളയാൻ നോക്ക്. നാളെ തൊട്ട് നമുക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരാം, നമുക്ക് പുതിയൊരു ജോലിയും തുടങ്ങാം. നമ്മൾ പറയുന്ന കേൾക്കാത്ത ഒരു നാറുകളെ നമുക്ക് വേണ്ട, എല്ലാത്തിനും വലിച്ച് പുറത്തിടാം. പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തിനാ നിൽക്കുന്നേ? ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസിക്കുന്ന പ്രേതങ്ങൾ മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കി എല്ലാരും. ഹലോ ബ്രദറേ, ഇവിടെ നിക്കണോ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്നുമല്ല പറയേണ്ടത്. അയാള് പറയണം. അയാള് എടാ, നിന്നോട് എന്റെ മുന്നിൽ വരരുന്നല്ലേ പറഞ്ഞേ, പിന്നെ നിന്നെ കെട്ടിയെടുത്തേ. ഹലോ, അയാള് വന്നതല്ല, ഞങ്ങള് വരുത്തിയതാ. ആരോരുമില്ലാത്ത അനാഥകളെ സംരക്ഷിക്കുവാൻ ആ സർവേശ്വരൻ മോളിലുണ്ട്. ആരോരുമില്ലാത്ത ആത്മാക്കളെ സംരക്ഷിക്കുവാൻ ഈ ശക്തി മാത്രമേ ഉള്ളൂ. എന്റെ അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോയത്, പിന്നെ ഇതിന്റെ ഡയലോഗ് പറയുന്നേ. മോനെ, ഇവര് പറയുന്നതൊക്കെ സത്യവാ. ഇവര് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് സഹായം എന്ന് ചോദിച്ച പുറത്തു പോകാൻ പറയുവോ? അതെ അനിയ, ഈ അക്രമത്തെ അന്യായത്തെ നീ വേണം എതിർക്കാൻ. അയ്യോ, നല്ല വേദാന്തൊക്കെയാണല്ലേ കഷണ്ടി പറയുന്നത്. പോണെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. അല്ല, പോവാണോ? എടാ മാസേ, എന്താ ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ തുടങ്ങിയത്? ഇനി പുതിയ പ്രേതത്തെ പിടിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതൊന്നും ശരിയാവത്തില്ല മാസേ. ഇതിന്റെ ഇടയ്ക്ക് അവന് വേണ്ടി നമ്മളൊരു കൊലയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക് മാസേ, വെറുതെ എന്തിനാ? എല്ലാരോടും നിക്കാനല്ലേ പറഞ്ഞത്? പുതിയ ഒരുത്തം വന്നങ്ങ് വിളിച്ചാ ഇറങ്ങി പോവല്ലേ? ഏയ് ചിന്ന, എടാ കർമ്മ, നമ്മുടെ ബന്ധം പെട്ടെന്ന് തകർന്നാണോ? എന്റെ കുടുംബമാണല്ലോ എന്നാ ഞാൻ കരുതിയത്. എടാ ശ്രീകുമാറേ, നമ്മൾ അങ്ങനെയൊക്കെയാണോ ജീവിച്ചത്? അവന്റെ കൂടെ പോയി നീയൊക്കെ എന്ത് ചെയ്യും? അറിയില്ല ബോസ്. അവസാന സഹായത്തിന് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ശരി പോട്ടെ മാസേ. ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? എന്നെ ഒരു കൊലകാരനാക്കി പ്ലാൻ ചെയ്താണ് ആ കൃത്യം എന്നെ കൊണ്ട് ജയിച്ചത്. ഏയ് എന്നോടാ. അതായത് ഞാൻ നിങ്ങളെ ആരെയും സഹായിക്കാതെ കബളിപ്പിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ലേ സത്യം? ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നോക്കടാ, ആർക്കൊക്കെ എന്താ വേണ്ടേ എന്നോട് പറ. അതാണ് എന്റെ ആദ്യത്തെ ജോലി. ആരാദ്യം വരുന്നത്? പത്മ, കമോൺ. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അവൻ പോകാൻ പറ. അവനോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ വാ ചേച്ചി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്റെ മകനെ കാണണം. You Angelina Jolie? No. Oh, sorry. You Amy Jackson? Yes, you. Again, mistake. Please, one more time. Please. Yeah, okay. Let me kiss him first this time. എൻ്റെ അമ്മേ, ചത്തതിനു ശേഷം നല്ല ജീവിതം എൻജോയ് ചെയ്യടാ മോനെ. ഗേൾസ് റെഡി? I'm waiting. നമ്മുടെ ഏരിയയിൽ പുതിയൊരു സൗത്ത് ഇന്ത്യൻ ലേഡിയോ? വാവ്. സിസ്റ്ററെ, ഒരു മിനിറ്റ്. മനസ്സിലായെന്നെ? ഇവിടെ ആദ്യമായിട്ടാ? കമാൺ, എന്നോട് പറയൂ. അയ്യോ അല്ല. Who is this fellow? ഇയാളാണ് മാസ്. മാസ്? ഓ മൈ ഗാഡ്, നിന്നെ കാണണമെന്ന് ഞാനൊന്ന് വിചാരിച്ചതാ. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക, കാനഡ, കേരളം എന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. നീ നിക്ക്, ഞാൻ അവരെ വിളിക്കാം. ഏഞ്ചലീന, എമി ജാക്സൺ. ഒന്നും മിണ്ടാതിരിക്കെ, ഇപ്പൊ തന്നെ കുറെ പേര് ക്യൂവിലുണ്ട്. അടുത്ത കേസിൽ ഇനി പാർട്ട് 2 മിണ്ടായിരടാ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇവരുടെ മോനെ കാണുന്നില്ല. ഓ മൈ ഗാഡ്. പേര് ഗണേശൻ, ചെറിയ കുട്ടിയാ. വീട് ഇവിടം കണ്ടാന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയോ? ആർ യു മാരീഡ് ബേബി? ഓ, എല്ലാം കഴിഞ്ഞു. ഓ നോ. ഗണേശനെ അറിയോ ഇല്ലയോ? ഗണേശോ?
ഗണേഷ്, എനിക്കിവിടെ അറിയാവുന്നത് എന്റെ അസിസ്റ്റന്റ് കൃഷ്ണമൂർത്തി മാത്രമേ ഉള്ളൂ. കുട്ടികളെയും വൃദ്ധന്മാരെയും വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഗണേഷ് അവിടെ ഉണ്ടാവും. ഫോളോ ബാക്ക്, കമാൺ. അന്ന് എന്ത് മനോഹരായിരുന്നറിയോ? ഇപ്പോഴത്തെ ഒരു കോലം കണ്ടില്ലേ? എല്ലാരും എഴുന്നേറ്റേ എഴുന്നേറ്റേ എഴുന്നേറ്റേ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ. എവിടെയെങ്കിലും പോയി പിച്ച എടുത്ത് കഴിക്കാൻ നോക്ക ചെല്ലേ. അതാ മാസ്, നീ പറഞ്ഞ ഗണേഷ് അതാ. എന്നിട്ട് പോകാൻ. ഇവനോ? കഴിക്ക്. എന്താ ഈ കയ്യിലെന്ത് പറ്റി? ഇന്നലെ റോഡ് സൈഡിലെ സ്ലാബില്ലാത്ത ഓടയ്ക്കകത്ത് കാല് തെറ്റി വീണതാ ഞാൻ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ, ഞാൻ കഴിച്ചോട്ടെ? കഴിക്ക്. കണ്ണിനോ കാഴ്ചയില്ല. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവന്റെ അച്ഛൻ എന്തേ? ഇവൻ ജനിച്ചു വളർന്ന ചെറുപ്പത്തിൽ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് എന്റെ കാഴ്ചശക്തി പോയതുകൊണ്ട് എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയെയും ഉപേക്ഷിച്ച് എവിടെയോ പോയി. എന്റെ മോൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. ഒന്ന് ചുമ്മാരി. ഓരോ കാരണങ്ങളും. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കൊച്ചിന്റെ ജീവൻ. എന്താ എന്താ ചേട്ടാ? ഒന്നുമില്ല, ഒന്നുമില്ല. ഫോൺ. അനാഥനായവന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയോ? ഞാനും ഇവനെ പോലെ വളർന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ പ്രായത്തിലുള്ളവർ ദൂരേക്ക് വലിച്ചെറിയുന്ന എച്ചിലായിരുന്നു എന്റെ ആഹാരം. ഞാനും ഈ ജറ്റും എവിടെങ്കിലും കിടന്നുറങ്ങും. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എന്നൊക്കെ സംസാരിക്കും. കൂടെ ഇരിക്കായിരുന്നല്ലോ. കണ്ടില്ലേ വിശപ്പ്, തെണ്ടുക. എന്തിനായിരുന്നു ധൃതി? എന്തിനാ ചത്തൊടുങ്ങിയത്? സർ. ഡോക്ടർ പറയൂ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ അല്ലേ? കണ്ണിലെ ഞരമ്പിന് ഡാമേജ് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഫൈൻ. അവന് എത്ര രൂപ ചെലവായാലും സാരമില്ല. ആ കുട്ടിക്ക് ആരെങ്കിലും ഐ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ സർജറി ചെയ്ത് നമുക്ക് ശരിയാക്കാം. അതിന് കണ്ണ് ആര് തരും? നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഐ ഡൊണേഷൻ എഴുതി വെച്ചിട്ട് മരിച്ചു പോകുന്നുണ്ട്. അവന് മാച്ചാവുന്ന പോലെ കട കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവന് കാഴ്ച കിട്ടും. താഴെ റിസപ്ഷനിൽ പോയി ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേര്. ഉപേക്ഷിക്കില്ലേ? തീർച്ചയായും. അതെ, മോന് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട. വാസ്തവത്തിൽ അറിഞ്ഞോണ്ടല്ല. മാസ് എന്തിനാ വിഷമിക്കുന്നേ? അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവന് കാഴ്ചശക്തി കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു. ഒരുപക്ഷെ അവന് കാഴ്ചശക്തി കിട്ടുവാൻ വേണ്ടിയായിരിക്കണം ഞാൻ ചത്തുപോയത്. എന്റെ മകനെ ഞാൻ നോക്കുന്നതിനേക്കാളും മാസം നന്നായി നോക്കുമെന്നറിയാം. തീർച്ചയായും. ഞാൻ വളരെ സന്തോഷത്തിലാണ് മാസ്. ഞാൻ വേണം നിന്നോട് നന്ദി പറയാൻ. നിക്ക്. അതെ അതെ പോയോ? അതെ പോയോ? അയ്യോ, പോരുത് പോരുത്. കണ്ണ്, മോന്റെ കണ്ണ്. ഏകദേശം 2 ആഴ്ച കൊണ്ട് അവന് നമ്മളെയൊക്കെ കാണാൻ പറ്റും. അവന് കാഴ്ച കിട്ടുന്നതിനേക്കാൾ ഏറെ സന്തോഷം എനിക്കാണ് സാർ. മാലിനി, ആ ആപ്ലിക്കേഷൻ ഫോമിൽ സാറിന്റെ പേര് വേണം ഗാർഡിയനായിട്ട് ഇടാൻ. ഇവിടെ നിൽക്ക്, ഞാൻ പേപ്പേഴ്സ് ആയിട്ട് വരാം. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണം. ഇവിടെ നിൽക്ക്, ഞാൻ വരാം. ഏയ്, എനിക്ക് വേണ്ടി മാലിനി. സാറേ, സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. നിൽക്കേ, ഞാൻ നോക്കാം. സാറേ, ആ കുട്ടിക്ക് കണ്ണു കൊടുത്തത് ഞാനാണ് സാർ. ഓ, താങ്ക് യു സോ മച്ച്. വളരെ നന്ദിയുണ്ട് ബ്രദർ. മനസ്സിലെ ഭാരങ്ങളൊക്കെ ഞാൻ ഇറക്കി വെച്ചതുപോലുണ്ട്. അയ്യോ, എനിക്കെന്തിനാ താങ്ക്സ് പറയുന്നത്? ഇതിന് കാരണം ഞാൻ സ്നേഹിച്ച മണിക്കുട്ടിയാ. അന്ന് അവയവം ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു സാർ. പക്ഷേ ഇന്ന് ഞാൻ കാരണം കുറേ പേർ ജീവിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട് സാർ. നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറ.
കുട്ടിക്ക് കാഴ്ച കിട്ടിയതിന് ശേഷം മണിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടിക്ക് എൻ്റെ കണ്ണാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. അതുകൊണ്ടാ. അത് നേരം. താങ്ക് യു സാർ, ഞാൻ വരട്ടെ. ഏയ് ഒരു മിനിറ്റ്, മണിക്കുട്ടി സന്തോഷപ്പെടുന്നത് കാണാതെ പോവാണോ? സാരമില്ല ബ്രദർ, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തായാലും അവർ കാണാൻ പോകല്ലേ. ഞാൻ വരട്ടെ സാർ. നിക്ക്. കരയാതെ ചേച്ചി, നന്നായിട്ട് നോക്കണം. ആവശ്യമുണ്ട് എപ്പോൾ വേണം എന്നെ വിളിക്കാം. ശരി, നന്ദി. വരട്ടെ അങ്കിൾ. മാലിനി പരിചയമുള്ളവരാ, വെറുതെ ഒന്ന് കണ്ടപ്പോ വരട്ടെ. സോ എന്നോട് സംസാരിക്കില്ല അല്ലേ? എന്നെ അവോയ്ഡ് ചെയ്യുവാണോ? അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യണം, സംസാരിക്കാനുണ്ടെന്ന്. പോയി കളഞ്ഞില്ലേ? എന്ന് വെച്ചാ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നല്ലേ? അന്ന് ചെറിയൊരു ജോലി വന്നു. നീ പണ്ടത്തെ പോലെ അല്ല മാസ്. ഒരു ബന്ധവും ഇല്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കാൻ തീരുമാനിച്ച ആ ദിവസം എനിക്ക് നീ ആരാന്ന് മനസ്സിലായി. നീ എന്നോട് മാത്രമല്ല ഒതുക്കി വെച്ചു അല്ലേ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ പോയേക്കാം. അങ്ങനൊന്നുമില്ല. എങ്ങനെയാണ് പറയേണ്ടെന്നറിയില്ല. നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നറിയോ? അന്ന് നീ എന്നോട് ദേഷ്യപ്പെട്ടു പോയപ്പോ നിനക്കിട്ട് രണ്ട് തന്നിട്ട് ഒരു ഉമ്മയും തരണമെന്ന് തോന്നി. എനിക്ക് തന്നോടായിരുന്നോ? എന്താ ഇവിടുന്ന് ഓക്കെ കിട്ടിയില്ലടാ, പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? മാസേ നീ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. സെക്കൻഡ് ഹാഫിൽ നീ ഒരുപാട് സ്ലോയാ. സ്റ്റാർട്ട് മ്യൂസിക്. എന്താ മാസം ഇത്? അവന്റെ മരണത്തിന് അവൻ തന്നെ ഡാൻസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ജീവിച്ചിരുന്നപ്പോ അവന്റെ ആഗ്രഹം എല്ലാം തീർന്നു. അതാ മരിച്ചോണ്ട മേൽപോട്ട് പോയത്. ഇതാ നല്ല മരണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് എന്തിനാണ് വന്നേ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? യെസ്. ഇവിടെ എന്തിനാ വന്നേ? ഐ ഡോണ്ട് നോ. മറുപടി പറ. സാർ, നിങ്ങൾ അതിനൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ആന്റണി അറിയാവോ? എഡിറ്റർ ആന്റണി അറിയാവുന്നുള്ള കാര്യം നീ പറഞ്ഞേക്ക്. ആന്റണി മുകളിൽ നോക്കിയ ആന്റണിയെ കാണത്തുള്ളൂ, ആന്റണിയെ കാണത്തില്ല. ആന്റണി അറിയില്ല സാർ. ആന്റണിയെ അറിയില്ല. അല്ല, ഇപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന? പ്രേതങ്ങളെ ഓടിക്കുക. എന്തോ? ഞാൻ ആത്മാക്കളും പ്രേതങ്ങളും തുടങ്ങിയ അമാനുഷ്യ ശക്തികളോട് സംസാരിച്ച് വിരട്ടുന്ന പരിപാടിയാ സാർ. ഈ കാലത്തും പ്രേതവും ആത്മാവൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ടോ രമ്യ? വെറുതെയാ സാർ, കാശുണ്ടാക്കാനുള്ള പണിയാ. മാഡം, സെന്തിക്കര പോയിട്ടുണ്ടോ? സെന്തിക്കര ഉണ്ടോന്ന്, പോയിട്ടുണ്ടോന്ന്? പോയിട്ടുണ്ടെന്ന് പറ. ഒരു പ്രേതത്തിനോട് സംസാരിക്കാനായിട്ട് പോയെന്ന് പറ. അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നീ സെന്തിക്കരെ പോയിട്ടേ ഇല്ല? ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പോകാനാ സാറേ? സാർ പോയിന്റ് സാർ. കുറച്ച് വെള്ളം കിട്ടുമോ? അതിനെന്താ, തരാമല്ലോ സാറേ. മാസിനാകെ ഡൗട്ടായിരിക്കുന്നു, കണ്ടില്ലേ? ആ വോയിസ് റെക്കോർഡ് എടുക്ക്. സാർ, നീ പുറത്തു പോയി ടീപ്പോയുടെ അടി വെക്ക്. സാർ ഞാൻ മിണ്ടാതെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. മാസേ, ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. പോയിട്ടുണ്ടെന്ന് പറയാനല്ലേ പറഞ്ഞേ? അതെന്താ പിന്നെ അങ്ങനെ പറയാഞ്ഞേ? ഏയ്, എന്ത് പറയണേ എങ്ങനെ പറയണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ പോ നോക്ക്. എന്തോ മോളെ ചെയ്യുന്നവിടെ? നീ പറയുമ്പോൾ തലയേട്ടാ ഞാൻ ബൊമ്മയല്ല, വന്നിരിക്കുന്നു. ഓക്കെ. അയ്യോ എന്റെ മോനെ, എന്തൊക്കെയാ? ഐസ് വാട്ടർ ഇല്ല. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? വീണ്ടും ഞാൻ വരും, അപ്പം വെള്ളം തണുത്തിരിക്കണം. ശരി. രമ്യ, നമ്പർ കൊടുത്തേ. Yes, sir. നിന്റെ നമ്പറല്ല, എന്റെ നമ്പർ. സോറി സർ. നമ്പർ തരും. വിദേശത്ത് പോവുകയാണെങ്കിൽ എന്നെ അറിയിച്ചിട്ട് പോണം. ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നു. നോ താങ്ക്സ്. ടേബിളിന്റെ അടിയിൽ വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ട് അവര്. വയർലെസ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. പുറത്തും വാ ഞാൻ കാണിക്കാം.
വിക്രം, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. സാറിനെ കാണാൻ നമസ്കാരം. ഐ മാർക്ക്. വാ കയറി പോവാം. ശരി സാർ. ആ അനിയ ഇരിക്കെ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നല്ലോ. പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല സാർ. അല്ല, പ്രായമൊക്കെ ആയില്ലേ, അതാ. അല്ല അനിയ, നമ്മളെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, ഉറപ്പാ? ഉണ്ടായിരിക്കാം, ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നല്ലേ. ഒന്ന് ഓർത്ത് നോക്കി ആരാ എന്താന്നൊക്കെ പറയുവാണെങ്കിൽ. ഷോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്റെ പേര് മധുസൂദനൻ, ഈ നാട്ടിലെ MLA. അറിഞ്ഞില്ല സാർ, സോറി. സാരമില്ല, ഇരിക്കും. അനിയൻ TV ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ഇല്ല സാർ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ അകത്ത് കൊണ്ടിട്ടത്. അയ്യോ എടാ മാസ, ഇവൻ വലിയ ആളാ കേട്ടോ. എന്താ ചെയ്യുക? ഹനിയ, ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ. അതെ സാർ. പിശാചുകളെ എനിക്ക് വിശ്വാസമാണ്. എന്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടാ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം. 2 ദിവസമായി വീട്ടിൽ എന്തൊക്കെയോ അസംഭവ്യമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പറാ തെളിഞ്ഞത്. എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി. ഒരു മിനിറ്റ്. ഇദ്ദേഹമാണ് ആന്റണി. അയ്യോ എടാ മാസേ, നമ്മൾ കുടുങ്ങിയല്ലോ. നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ച് പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എന്താ, ചെയ്യാലോ അല്ലേ? മാസേ വേണ്ട, ഇത് പ്രശ്നമാകും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ എത്തിയല്ലേ? അയ്യോ വന്നോ? ഇവനോടാണോ ഇരുന്ന് സംസാരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്ന എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. അവനോട് പോകാൻ പറയടാ. ഒരുത്തം വന്നിരിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം. ഞാനെന്ത് ചെയ്തു? വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന 6 മണിയാ. നിങ്ങളുടെ പണിയല്ലേ? ആഹാ, അവിടെ കൊണ്ടുപോയി കൊല ചെയ്യിപ്പിച്ചാരാ? നീ തന്നെയല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം സെന്തിക്കരെ പോയതല്ല. സെന്തിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ്. ലോക്കർ നമ്പർ 6 അതിനാ പണം എന്ത് ചെയ്യും? നമ്മൾ ആ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മൾ അടിച്ചു മാറ്റിയല്ല, വേറെ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ചേട്ടാ, ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുന്ന് പുറത്തു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ രക്ഷിക്കാം. ആഹാ മാസേ, ഇവന്റെ അടുത്ത ഐഡിയ നമ്മളെ വേറെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാനാ. പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ തമാശ കളിക്കരുത്. എനിക്കറിയാം. അത് മനസ്സിലാക്കിയെടുക്കാൻ അനിയ ചോദിച്ചു മനസ്സിലാക്കിയോ? ആത്മാവ് എന്താ പറഞ്ഞേ? ആന്റണിയുടെ പ്രേതം അറിയില്ല. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ആത്മാവ് അവിടെ കിടന്ന് അലയുന്നത്. പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ, ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ? നമുക്ക് വേണേ അവിടേക്ക് പോയാലോ? ആഹാ, അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല. ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം. സമയമെടുക്കും. വേഗം വാ. സമയമെടുക്കുമെന്നോ? ആവും. ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ പൂജ തുടങ്ങിക്കൂ. ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം. അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. അതിന് ഒരാഴ്ചയെങ്കിലും സമയം വേണം. അതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം. ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എടാ മഹേഷേ, എന്താ ചേട്ടാ? ആനണി ചേട്ടൻ ചെമ്പിക്കരയെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവന് ചെമ്പിക്കരയെന്ന് മനസ്സിലായത്? എന്തോന്ന് സംസാരിച്ചായിരുന്നു. ലോക്കറിനെ കുറിച്ച് അവൻ അറിയാമെന്ന് തോന്നുന്നു. അതാവൻ പെട്ടെന്ന് എസ്കേപ്പ് ആയത്. എടാ, അവൻ ആന്റണിയുടെ ആത്മാവിനോടാ സംസാരിച്ചത്. അവനെന്തോ മറിക്കുന്നുണ്ട്. വിളിക്കാൻ സഹായിച്ചെന്ന് മതി. നമുക്ക് ബാങ്കോക്കിന് പോവാം. അവിടെ ഒരുപാട് ചേട്ടൻ വിളിക്കുന്നു, അകത്തേക്ക് വാ. എന്തിനാ? ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയാവുന്നു. ആ കാര്യം പറയാൻ വേണ്ടി തന്നെ. അകത്തേക്ക് വാ. പറഞ്ഞാലും മനസ്സിലാവില്ല. സമയാവുന്നില്ലേ? എന്നെക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇരിക്കുക. ഞാൻ പിന്നെ അങ്ങനെ വന്ന് കണ്ടോളാന്ന് പറ. നീ വാ, എന്നെ ഒന്ന് വിട്ടിട്ട് വാ. ഇവരൊക്കെ ആരാ? അല്ല, ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത അഭിനയിക്ക് എന്തിനാ? പൈസ എവിടെടാ? ഏത് പണം? ആന്റണിയുടെ കയ്യിൽ ഞാൻ കൊടുത്ത പണം എവിടെയെന്ന് അതെങ്ങനെ എനിക്കറിയാം സാറേ? അതിന് ആന്റണി വന്നിട്ടില്ലല്ലോ. ആഹാ, അപ്പൊ ആന്റണി സെമ്പിക്കരെ വെച്ച് മരിച്ച കാര്യം മാത്രമേ നിനക്ക് അറിയൂ അല്ലേ? സാർ, അത് അങ്ങനെയല്ല സാർ. സാർ വിചാരിക്കുന്ന പോലെ എല്ലാം പിടികിട്ടി. നീ സെന്തിക്കരയ്ക്ക് പോയതും പണം തട്ടിയെടുക്കാൻ പോയതുമെല്ലാം ഇവർക്ക് പിടികിട്ടി. ഇപ്പൊ അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, അവര് നിന്നെ തട്ടാൻ പോവാണോ നീ അവരെ തട്ടാൻ പോവാണോ എന്നുള്ള ചോദ്യമാണ്.
ഏയ് ഈ പ്രാവശ്യം അങ്ങനത്തെ വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. ആരുടെ അടുത്ത്? എടാ നീ ആന്റണിയുടെ ആത്മാവിനോടല്ലേ സംസാരിക്കുന്നത്? പൈസ എവിടാന്ന് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് അപകടം. എന്താ എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ വരട്ടാ? സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. സത്യമായിട്ട് എനിക്കൊരു കാര്യം അറിയില്ല. മനസ്സിലാവില്ലേ?